ശ്രീമാത്രേ നമഃ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ശ്രീചക്ര അസ്ട്രോ ഗൈഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവഗ്രഹ ദോഷശാന്തിക്കായി പ്രധാനമായും നവഗ്രഹങ്ങളെ പൂജിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം. ഈ കാലഘട്ടത്തിൽ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്നതാണ് അതിനുള്ള മാർഗം. എന്നാൽ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ പലർക്കും ക്ഷേത്രദർശനം വിചാരിച്ച സമയങ്ങളിലോ ദിവസങ്ങളിലോ നടത്തുവാൻ സാധിക്കാറില്ല. ഇങ്ങനെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്തവർക്കായി ഒരു പരിഹാര മാർഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വിചാരിച്ച ദിവസമോ സമയത്തോ പോകാൻ സാധിക്കാത്തവർ അവരവരുടെ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ പരിഹാരമാണ് ഇത്. രാവിലെ എണീറ്റ് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധി വരുത്തിയതിനു ശേഷം അവരവരുടെ സ്ഥലത്ത് വെച്ച് തന്നെ നവഗ്രഹങ്ങളുടെ ദിക്കുകൾ നോക്കി ആ ഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചാൽ ദുരിതങ്ങൾ തീരുന്നതിന് പരിഹാരമായി. അതിനുവേണ്ടി നവഗ്രഹങ്ങളുടെ ദിക്കുകൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അവ സ്ഥിതി ചെയ്യുന്ന ദിക്കുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യമായി സൂര്യഭഗവാനെ നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് നേരെ മുകളിലോട്ട് നോക്കി തൊഴുത് പ്രാർത്ഥിക്കണം. അടുത്തതായി ചന്ദ്രഭഗവാനെ തെക്ക് കിഴക്ക് ദിക്കിലേക്ക് നോക്കി കൈകൂപ്പി പ്രാർത്ഥിക്കണം. അടുത്തതായി ചൊവ്വ അഥവാ കുജഭഗവാനെ തെക്കോട്ട് നോക്കിയാണ് കൈകൂപ്പി പ്രാർത്ഥിക്കേണ്ടത്. അടുത്തതായി ബുധഭഗവാനെ വടക്ക് കിഴക്ക് ദിക്കിലേക്ക് നോക്കി വേണം കൈകൂപ്പി പ്രാർത്ഥിക്കുവാൻ. അടുത്തതായി വ്യാഴഭഗവാനെ വടക്ക് ദിക്കിലേക്ക് നോക്കി വേണം കൈകൂപ്പി പ്രാർത്ഥിക്കുവാൻ. അടുത്തതായി ശുക്രഭഗവാനെ കിഴക്ക് ദിക്കിലേക്ക് നോക്കി വേണം കൈകൂപ്പി പ്രാർത്ഥിക്കുവാൻ. അടുത്തതായി ശനി ഭഗവാനെ പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കി വേണം കൈകൂപ്പി പ്രാർത്ഥിക്കുവാൻ. അടുത്തതായി രാഹു ഭഗവാനെ തെക്ക് പടിഞ്ഞാറോട്ട് നോക്കി വേണം കൈകൂപ്പി പ്രാർത്ഥിക്കുവാൻ. അടുത്തതായി കേതു ഭഗവാനെ വടക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കി കൈ തൊഴുത് പ്രാർത്ഥിക്കണം. ഈ വിധമാണ് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർ നവഗ്രഹ ദോഷശാന്തിക്കായി ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ ജ്യോതിഷ വിശ്വാസികളും നവഗ്രഹ ദോഷശാന്തി വരുത്തുന്നതിനായി ഈ വിധേന എന്നും പ്രാർത്ഥനകൾ നടത്തുക. എല്ലാവർക്കും നവഗ്രഹ ദേവതകളുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി. ശ്രീമാത്രേ നമഃ.